എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. WPCയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫോർമേഷൻ ആണ് ഈ വീഡിയോയിലുള്ളത്. ഒരു WPC പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ക്വാളിറ്റി ചെക്ക് പോയിന്റ്സ് ഉണ്ട്. പ്രധാനമായും WPC ഡെൻസിറ്റി, സ്ക്രൂ ഹോൾഡിംഗ്, സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ്, WPC മാനുഫാക്ചറിംഗ് ഇൻഗ്രീഡിയൻസ് എന്നിവ മനസ്സിലാക്കണം. ഡെൻസിറ്റി അഥവാ സാന്ദ്രത WPCയുടെ ഹാർഡ്നെസ്സിന്റെ ഒരു അളവാണ്. ഒരു സ്റ്റാൻഡേർഡ് സൈസുള്ള WPC പീസിന്റെ വ്യാപ്തിയും ഭാരവും മനസ്സിലാക്കിയാൽ സാന്ദ്രത കണ്ടെത്താം. മാസ് ബൈ വോളിയം. സാധാരണയായി 0.4 മുതൽ 0.9 വരെ ഡെൻസിറ്റിയുള്ള WPC പ്രോഡക്ട്സ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഉപയോഗത്തിനനുസരിച്ച് വിവിധ ഡെൻസിറ്റിയിലുള്ള പ്രോഡക്ട്സ് ഉപയോഗിക്കാമെങ്കിലും 0.5 ഡെൻസിറ്റിയാണ് ഇക്കോസ്റ്റ് WPCയുടെ മിനിമം ഡെൻസിറ്റി. ഇനി സ്ക്രൂയിങ് ആൻഡ് അൺസ്ക്രൂയിങ് നോക്കാം. WPCയിൽ ഒരു പ്രാവശ്യം സ്ക്രൂ ചെയ്ത ശേഷം ആ സ്ക്രൂ അഴിച്ചെടുത്ത് വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ സ്ക്രൂ ചെയ്യുക. സ്ക്രൂ ചെയ്യുമ്പോഴും അഴിച്ചെടുക്കുമ്പോഴും സ്ക്രൂ കൃത്യമായി ത്രെഡ് ട്രാക്കിലൂടെയാണോ പോകുന്നത് എന്ന് ശ്രദ്ധിക്കുക. കാൽഷ്യം കാർബണേറ്റ് പോലുള്ള ഫില്ലറുകൾ കൂടുതൽ ചേർത്ത് നിർമ്മിക്കുന്ന വില കുറഞ്ഞ WPC അല്ലെങ്കിൽ PVC ബോർഡുകളുടെ സ്ക്രൂയിങ് അൺസ്ക്രൂയിങ് ക്വാളിറ്റി വളരെ പുവറായിരിക്കും. WPCയിൽ സ്ക്രൂയിങ് അൺസ്ക്രൂയിങ് ചെക്ക് ചെയ്യുമ്പോൾ സ്ക്രൂയിങ് പോയിന്റ് ചൂടാവാതെ നോക്കണം. അതുകൊണ്ട് തുടർച്ചയായി സ്ക്രൂയിങ് അൺസ്ക്രൂയിങ് ചെയ്യാതെ ഒരു 15 സെക്കൻഡ് ഗ്യാപ്പ് കൊടുത്ത് വേണം ടെസ്റ്റ് ചെയ്യാൻ എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. WPC ഒരു പോളിമർ ബേസ് പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് ഇത്. ഇനി സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി നോക്കാം. ഇക്കോസ്റ്റ് പ്ലാന്റിൽ തന്നെ നടത്തിയ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ആണിത്. WPC ബോർഡിൽ സ്ക്രൂ ഫിക്സ് ചെയ്ത ശേഷം അതിൽ ഒരു ഡെഡ് വെയിറ്റ് കൊടുത്ത് ഹോൾഡിംഗ് കപ്പാസിറ്റി നോക്കുകയാണ് ഇവിടെ. ഈ ഡെഡ് വെയിറ്റിന് ഏകദേശം 10 കിലോയോളം ഭാരമുണ്ട്. നമ്മൾ ഡോറും വിൻഡോസും ഫിക്സ് ചെയ്യുമ്പോൾ ഒരു ഹിഞ്ചസിൽ തന്നെ 4 or 6 സ്ക്രൂസ് കൊടുക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഇവയ്ക്ക് വളരെ കൂടിയ ബലത്തിൽ പിടിച്ചു നിൽക്കാനും ഭാരം താങ്ങാൻ കഴിയുമെന്നും ഇവിടെ നിന്ന് മനസ്സിലായി. WPC നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും അഡിറ്റീവ്സും ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി ഇക്കോസ്റ്റ് WPCയുടെ സ്ക്രൂ ഹോൾഡിംഗ് ഒരു കസ്റ്റമർ ടെസ്റ്റ് ചെയ്തതിന്റെ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. ARS അസോസിയേറ്റ്സിന്റെ ഒരു കസ്റ്റമറായ ബിൽഡർ ഇക്കോസ്റ്റ് WPCയിൽ ചെയ്ത ഒരു ടെസ്റ്റാണിത്. ഇവിടെ ഒരു ടവർ ബോൾട്ടും വിൻഡോ SS സ്റ്റോപ്പറും ഘടിപ്പിച്ച് അതിന്റെ സ്ട്രെങ്ത് ചെക്ക് ചെയ്യുകയാണിവർ. അവർക്ക് സ്വീകാര്യമായ ഗുണനിലവാരം ഉണ്ടെന്ന ഫീഡ്ബാക്കോടെയാണ് ഈ വീഡിയോ അവർ ഞങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇക്കോസ്റ്റ് നമ്മുടെ WPCക്ക് ഗുണമേന്മയിൽ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് നൽകുന്നത്. ഇനി ഫയർ റിട്ടാർഡന്റ് പ്രോപ്പർട്ടി കൂടി നോക്കാം. WPC പ്രോഡക്ട്സ് ഫയർ റിട്ടാർഡന്റ് ആണ്. മരത്തിൽ നിന്നും പ്ലൈവുഡിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ഇക്കോസ്റ്റ് WPC പ്രോഡക്ട്സും തീ കത്തിപ്പടരുന്നതിനെ തടയുന്നവയാണ്. WPCയുടെ ഒരു പീസ് ഡയറക്റ്റ് ഫ്ലെയിമിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു. തീയിൽ അത് കത്തുന്നു, പക്ഷെ തീയിൽ നിന്ന് മാറ്റിയാൽ അത് സ്വയം അണഞ്ഞു പോകുന്നു. ഇതാണ് ഫയർ റിട്ടാർഡൻസി എന്ന് പറയുന്നത്. മരം അല്ലെങ്കിൽ പ്ലൈവുഡ് എന്നിവ തീയിൽ നിന്ന് മാറ്റിയാലും കത്തിപ്പടരുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇതുകൂടാതെ ഇക്കോസ്റ്റ് WPC UV റെസിസ്റ്റന്റും ഷോക്ക് റെസിസ്റ്റന്റും കൂടിയാണ്. ഇത്തരം ഗുണങ്ങൾ നിങ്ങൾക്കും ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. 9567124221 എന്ന നമ്പറിൽ ARS അസോസിയേറ്റ്സിനെ വിളിച്ച് നിങ്ങളുടെ ഫ്രീ സാമ്പിൾസ് കളക്ട് ചെയ്യുക. ഈ ഫ്രീ സാമ്പിൾസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ചെയ്യാവുന്നതാണ്. വീഡിയോസ് റെക്കോർഡ് ചെയ്ത് ഞങ്ങളുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ARSന്റെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇക്കോസ്റ്റ് WPCയുടെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചുമുള്ള പ്രത്യേകം വീഡിയോകൾ ഈ ചാനലിൽ ചേർക്കുന്നുണ്ട്. ഇക്കോസ്റ്റ് WPCയുടെ എല്ലാ പ്രോഡക്ട്സും കേരളത്തിലുടനീളം ഡോർ ഡെലിവറി ലഭ്യമാണ്. ആലുവ, എറണാകുളം ഭാഗത്തുകൂടി വരുന്നവർ ഗൂഗിൾ മാപ്സിൽ ARS Associates എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിൾ മാപ്സിൽ നമ്മളുടെ ഓഫീസിലേക്കുള്ള നാവിഗേഷൻ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9567124221 ARS Associates, All Kerala, Head Office, Cochin.